അങ്ങനെ നമ്മൾ രാമക്ഷേത്രമൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു വാനര സംഘത്തിൻ്റെ അടിപൊളി കുറച്ച് കളികൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ വാനര സംഘത്തോടൊപ്പം ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ജഡായുപ്പാറയിലെ പുതിയ വിശേഷങ്ങളുമായിട്ടുള്ള എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ, അവിടുന്ന് ഞാൻ ആ തീർത്ഥജലം കുടിച്ച ആ ഭാഗത്തുനിന്ന് കുറച്ചിങ്ങോട്ട് മാറി കുരങ്ങുകൾ ആ തീർത്ഥജലം കുടിക്കുക, അതിനും ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാനര സംഘത്തിൻ്റെ കുറേ കളികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് കണ്ടില്ലേ, ഇവിടൊക്കെ നാച്ചുറൽ പാറ തന്നെയാണ്. മറ്റിടത്തൊക്കെ ഈ പാറയ്ക്ക് മുകളിൽ കൂടെ ചെറിയ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടൊക്കെ കുറച്ച് നാച്ചുറൽ പാറകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ശ്രീരാമപാദം, അതായത് ശ്രീരാമപാദം ഭഗവാന്റെ തൃപ്പാദം എന്നാണ്. തിരുവിതാംകൂർ രാജകുടുംബം, പിന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീരാമപാദത്തിൽ കെടാവിളക്ക് തെളിയിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന വിളക്ക് കെടാവിളക്കാണ്, അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജഡായു മോക്ഷത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രമൊക്കെ ഇവിടെ ഉണ്ട്. ജഡായുവിന് മോക്ഷം കൊടുത്ത അതിൻ്റെ ഒരു ദൃശ്യമാണ്, കണ്ടില്ലേ. നല്ലൊരു നിലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ശ്രീരാമപാദം ശരിക്കും ആ കല്ലിൽ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ഇത് ചെയ്തു വെച്ചിരിക്കുന്നതല്ല, നാച്ചുറൽ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിഹാസങ്ങളിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള കഥകളുണ്ട്. ജഡായു മോക്ഷത്തിൽ ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആധ്യാത്മികമായിട്ട് വളരെ ഉണർവ് നൽകുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ശരിക്കും നമ്മൾ കയറി വന്നപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് നമ്മൾ ഇവിടോട്ട് കയറി വന്നതെങ്കിലും ആധ്യാത്മികമായിട്ട് ഒരുപാട് നമുക്ക് ആധ്യാത്മികമായ ഒരു ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന ഒരു സ്ഥലം കൂടിയായത് കേട്ടോ. സത്യം, ഈ ഇതൊക്കെ കാണുമ്പം നമുക്ക് ഈ രാമായണ കഥകൾ ഓർമ്മ വരികയും നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. സത്യം, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ അത് ആ ഫീലിങ്സ് കിട്ടുമായിരിക്കാം. നല്ലൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുമായിരിക്കാം. ശരിക്കും ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഛായേ ഇതി ത്രയം എന്നാണ്. ഏത് ആരാധനാലയമായാലും നമ്മളവിടെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി, മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. അതായത് മനസ്സിലെ അധമ ചിന്തകളൊക്കെ മാറി ഉത്തമമായ ചിന്തകളിലേക്ക് മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതൊരു വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ഇത് ഈ ഒരു പ്രദേശത്തുനിന്ന്. അത് മനോഹരമായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുക പ്രത്യേകമായിട്ട്. പണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാസ് ഒന്നുമില്ല, നമുക്കതിനെ വളരെ നിയറസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ നാച്ചുറൽ പാറ തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ റണ്ണിങ് അല്ല, ഇവിടെ ഒരു കേബിൾ കാറിൻ്റെ രണ്ടാമതൊരു കേബിൾ കാറിൻ്റെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം. അതോ സാധനങ്ങളൊക്കെ മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. ഇപ്പോൾ ഇത് താൽക്കാലികമായിട്ട് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കേബിൾ ശൃംഖലയാണ്. പക്ഷേ ഇതിനിപ്പം ഭാവിയിൽ ഇത് വേണമെങ്കിൽ അതിന് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്നും കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം. കണ്ടില്ലേ, കേബിളുകളൊക്കെ വലിച്ചിട്ടേക്കുക. പക്ഷെ നമുക്ക് അധികം അങ്ങോട്ട് ഇറങ്ങുന്നത് അത്ര സേഫ്റ്റി അല്ല. ചിലപ്പോൾ ഒരുപക്ഷെ മറിഞ്ഞ് വീണാലേ അത് ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ ജഡായുവിൻ്റെ മനോഹരമായ ശില്പം. ഇത് ആ ശ്രീരാമക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ധ്വജമാണ്, കൊടി. അതങ്ങനെ കാറ്റത്ത് പാറി കളിക്കുക. ശ്രീരാമൻ്റെ ഒരു പടമൊക്കെ ഉണ്ട് അതിൽ, കൊള്ളാം. അങ്ങനെ നമ്മളിനി ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയിട്ട് ഇനി എന്താണ് കാഴ്ചകൾ കാണാനുള്ളതെന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. നമ്മൾ ഇതുവഴി ഇങ്ങനെ വന്ന് ഈ സ്റ്റെപ്പ് കയറി ഇനി, കാരണം ഈ ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടും ഈ ശ്രീരാമപാദം ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം പ്രത്യേകം വേലി കെട്ടി തിരിച്ചിരിക്കുക. അപ്പോൾ അതിന് പുറത്തിറങ്ങിയെങ്കിലേ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റൂ. കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ ടൈലിട്ടിരിക്കുക. കുറച്ചപ്പുറത്തെ ഭാഗം കണ്ടില്ലേ, കുറേ ഭാഗങ്ങൾ പാറ, നാച്ചുറൽ പാറ അതുപോലെ കിടക്കുന്നു. അതിനിപ്പുറത്തോട്ട് ടൈലിട്ടിരിക്കുക. എനിക്കൊന്ന് മണ്ണൊക്കെ ഇട്ട് പൊക്കി കോൺക്രീറ്റ് ചെയ്ത് ടൈലിട്ട് വൃത്തിയാക്കിയതായിരിക്കാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ അത് നന്നായി കേട്ടോ.
അല്ല, അടിപൊളി ഒരു ഫീലെന്ന് പറഞ്ഞ പോരാ, സൂപ്പർ ഫീലാണ് കേട്ടോ. ജടായുപ്പാറ എന്തായാലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട്. അതായത് ചിറകറ്റ് വീണ പക്ഷിക്ക് മോക്ഷം കൊടുത്ത, അതായത് സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുത്ത പാറയാണ് ജടായുപ്പാറ. അപ്പോൾ എന്തായാലും നമുക്ക് ജടായുപ്പാറ കണ്ടു, പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീരാമപാദങ്ങൾ ഒക്കെ കണ്ടു. പിന്നെ അടുത്ത കാഴ്ചകൾ നമുക്ക് നോക്കാം. അടിപൊളി. നമ്മളിപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങുകയാണ്. ഇപ്പോൾ അടുത്തത് പുറത്തെ കാഴ്ചകൾ. ചുറ്റിനും വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. എന്തായാലും ഒന്നുകൂടെ കണ്ടിട്ട് പോവാം. കൊക്കാരണി, ഇതെന്താണ് ചോദിച്ചത്? കൊക്കാരണി എന്താ സാറേ ഈ കൊക്കാരണി എന്ന് പറഞ്ഞാൽ? ആ ഓ, അത് കൊത്തി ഉണ്ടാക്കിയതാണ്. ജടായു രാവണനായിട്ടുള്ള ഈ വെട്ടിയിട്ടപ്പോൾ അതിന് ദാഹിച്ചു. അപ്പോൾ അദ്ദേഹം പാറപ്പുറത്ത് ചുണ്ടുകൊണ്ട് വരച്ചുണ്ടാക്കി സ്വയം ഉണ്ടാക്കിയത്. ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്നാണ് അല്ലേ? അതെവിടെയായിട്ടായി ഇവിടെ? ഇതിലേ പോണം. ഇതിലേ പോയിട്ട് ജടായുവിന്റെ തലയിൽ പുറകിൽ താഴെയായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് പോകണമെങ്കിൽ ഇതിലേ പോകണം. അമ്പലം കോമ്പൗണ്ടില്ല, അത് കറങ്ങി അങ്ങ് പോകണം. ഒത്തിരി റിസ്ക് ആവില്ല. സെക്യൂരിറ്റിയെ കണ്ടിട്ട് വിടത്തില്ല അല്ലേ? വീണ്ടും അവരെ ആലേക്ക് ഈ ബീച്ചിന്റെ വയറൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി റിസ്ക് ആണ്. അതുകൊണ്ട് ഇതിലേ പോയി ആൾക്കാരെ മേലെ നിന്ന് കാണുകയും ചെയ്യും. അത്രേ ഉള്ളൂ അല്ലേ? ഇതുവഴി പോയാൽ അവരെല്ലാം പറയോ? ഇല്ല, പോയി അവര് വിസിലടിക്കും ഇല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലം കാണാനുള്ളത് കൊക്കാരണി. കൊക്കാരണി എന്ന് പറഞ്ഞാൽ ഒരു കുളമാണ്. കൊക്കുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ കൊക്കാരണി എന്ന് പറഞ്ഞാൽ കൊക്കുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരു സ്ഥലം. അത് ജടായുവിനെ നമ്മളിപ്പോൾ കൊക്കാരണി എന്ന് പറഞ്ഞാൽ സാധാരണ ജടായു, അതായത് ജടായു നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ വെച്ച് വരപ്പെടാ. എവിടെ സ്ഥലം? എവിടെയാ? പേര് ഉദയ്. നേറ്റീവ് പ്ലേസ് ഹൈദരാബാദ്. ഓക്കെ ഓക്കെ. ഹൈദരാബാദിലുള്ള ഒരു കൂട്ടം തന്നെ ഉദയ്. ഞങ്ങളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ഞങ്ങൾ ഈ കൊക്കാരണി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെയും കൂടെ കൂട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ പോയി കൊക്കാരണിയൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, കൊള്ളാം. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, നമുക്ക് അത് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അതായത് ജടായുവിനെ ചിറക് വെട്ടിയിട്ട സമയത്ത് ജടായു കൊക്കുകൊണ്ട് സ്വയം ഉണ്ടാക്കിയ ഒരു കുളം. അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ കൊക്കുകൊണ്ട് സ്വയം ഉണ്ടാക്കിയ ഒരു കുളമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൊക്കാരണി എന്ന് പറയും. അതെൻ്റെ ഒരു ഫസ്റ്റ് അറിവാണ് കേട്ടോ. സംഭവം മറ്റ് ജടായുവിൻ്റെ കഥകളും രാമകഥകളും ബാക്കിയുള്ള കഥകളും ഒക്കെ അറിയാം. പക്ഷേ കൊക്കാരണിയെക്കുറിച്ചുള്ള ഒരു കഥ അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നൊരു അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. എന്തായാലും അതുകൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. കൊക്കാരണി. ഉള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അപ്പം എന്നെ കൂടെ നിർത്തിക്കൊണ്ട് ജടായുവിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ജടായുവിൻ്റെ പ്രദേശങ്ങൾ മൊത്തം ചേർത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ചുമ്മാ അതൊരു രസത്തിന് ഞാനിങ്ങനെ എന്നെ ചുറ്റിക്കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ എടുക്കുകയാണ്. കണ്ടില്ലേ? ആ ശ്രീരാമക്ഷേത്രവും ജടായുവിൻ്റെ ശില്പവും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുക. കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തതായിട്ട് കൊക്കാരണി അന്വേഷിച്ചുള്ള യാത്രയാണ്. കൊക്കാരണി എൻ്റെ ഫസ്റ്റ് അറിവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതായത് ജടായുവും രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ ജടായുവിനെ വെട്ടിയിട്ട സമയത്ത് ജടായുവിന് ദാഹിച്ചപ്പോൾ അദ്ദേഹം സ്വയം കൊക്കുകൊണ്ട് പാറപ്പുറത്ത് കൊത്തി ഉണ്ടാക്കിയ ഒരു കുളമാണ് കൊക്കാരണി. ഇത് ഒരിക്കലും വറ്റില്ല എന്നാണ് പറയുന്നത്. ഗംഗാതീർത്ഥത്തിന് തുല്യം
എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. സത്യത്തിൽ ഇതെനിക്കൊരു ഫസ്റ്റ് അറിവാണ് കേട്ടോ, ഈ കൊക്കാരണി എന്ന് പറയുന്ന സംഭവം. ഞാനിവിടെ വന്നതിന് ശേഷം ഇത് ഞാൻ ഒരു 5-6 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഞാൻ അറിയുന്നത്. കണ്ടില്ലേ, അത് ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ തലയുടെ നേരെ പുറകുഭാഗത്തായിട്ടാണ്. അതായത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ജഡായു ഇവിടെ വന്ന് വീണത്. അപ്പം തല ഇങ്ങനെ ചരിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ കൊക്കാരണിയിൽ അതിൻ്റെ കൊക്ക്, ജഡായുവിൻ്റെ കൊക്ക് ഈ കൊക്കാരണി ഇരിക്കുന്ന ഭാഗത്തെത്തും. ആ ശില്പം നിർമ്മിച്ചിരിക്കുന്നതും അതേ സ്റ്റൈലിലാണ് കേട്ടോ. ഇതെല്ലാം നോക്കി കണ്ടറിഞ്ഞ് ചെയ്തിരിക്കുക. കണ്ടില്ലേ, അവിടെ ഒരു വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. വഞ്ചിയല്ല, വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. കാരണം നല്ല കാറ്റായതുകൊണ്ടേ വിളക്ക് കെട്ടുപോകും. അയ്യോ, കണ്ടില്ലേ, ഇതാണ് കൊക്കാരണി. ശരിക്കും ഒരു കൊക്കിൻ്റെ ആകൃതി തന്നെയാണ് കേട്ടോ. ഒരു കൊക്ക്, അതായത് ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനെ കൊക്കുകൊണ്ട് ഇങ്ങനെ വരയുമ്പോൾ ഉണ്ടാകുന്ന അതേ ആകൃതി തന്നെയാണ്. ഇതാണ്. കൊള്ളാം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറിവാണ്. ശരിക്കും ജഡായുവിൻ്റെ ശിരസ് തലയിരിക്കുന്ന ഭാഗത്തിന് നേരെ പുറകുഭാഗത്താണ്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കണ്ടില്ലേ, അവിടുന്ന് ആ ശിരസ് ഇങ്ങനെ ഇങ്ങോട്ട് ചരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ കൊക്ക് ഇങ്ങനെ കൊക്കാരണിയിലെത്തും. അതേ രീതിയിലാണ് അത് ചെയ്തിട്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ശില്പം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു 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 വളരെ ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞത്. ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തിയില്ലെന്നല്ല, ഇത്രയും ഒരു സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും മുമ്പില്ലായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ജഡായു. അപ്പോൾ നമ്മളങ്ങനെ കയറി വന്ന ആ ജഡായുവിൻ്റെ മുന്നിൽ തന്നെ ഡെഡിക്കേറ്റഡ് ടു വുമൺ സേഫ്റ്റി ആൻഡ് ഓണർ. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ട കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ. ഇത് ഞാനപ്പോൾ അങ്ങനെ ജഡായിപ്പാറ വന്നപ്പോൾ നമ്മുടെ എവിടെ, ഹൈദരാബാദ് അല്ലേ, ഹൈദരാബാദിൽ നിന്നുള്ള നമ്മുടെ 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവർക്ക് ഈ ജഡായിപ്പാറയെക്കുറിച്ചുള്ള കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്. എന്താ പേരെന്തുവാ? Rajesh. രാജേഷ്. ഓക്കെ ഓക്കെ. യു ആർ ഫ്രം Hyderabad. ഹൈദരാബാദ്. പ്രോപ്പർ ഹൈദരാബാദ്. Yeah, Hyderabad. Telangana. ഓക്കെ, തെലങ്കാന. ഇവര് തെലങ്കാന ഹൈദരാബാദ് സിറ്റിയിലുള്ളതാണ്. KCR. KCR. ഓക്കെ ഓക്കെ ഓക്കെ. മോന്റെ പേരെന്തുവാ? ഓ, ഉദയ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ജഡായിപ്പാറ വെച്ച് കണ്ടതാണ്. ഇവരെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. മാക്സിമം സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ. അങ്ങനെ നമ്മൾ ജഡായുവിനെയൊക്കെ കണ്ടിട്ടിറങ്ങി തിരിച്ച് താഴോട്ട് പോകാനായിട്ട് കേബിൾ കാറെ കയറാനായിട്ട് വന്നപ്പോഴാണ് ഒരു 12D റൈഡർ, ഒരു ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് ഇത് ഒരു 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 സംഭവം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. എൻട്രിയും പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ടുള്ളതും. ഇത് കണ്ടില്ലേ, ഈ 12D തിയേറ്ററിനകത്ത് നടക്കുന്ന പരിപാടികളൊക്കെ ഇതിനകത്ത് നമുക്ക് TV കൂടെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റണ്ണിങ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ 12D തിയേറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും റണ്ണിങ് ആയില്ല. കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ട്. നമുക്ക് പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. എന്തായാലും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെന്താ, എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങിയ ഒരു എഫക്റ്റാണ്. ശരിക്കും ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം. നല്ല ഹൈഫൈ സെറ്റപ്പിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. കാരണം ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പാറയെ അതിൻ്റെ നാച്ചുറാലിറ്റി ഒട്ടും തന്നെ നശിപ്പിക്കാതെ കൃത്യമായ രീതിയിൽ എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അത്ഭുതകരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശമായത് ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊള്ളാം, അടിപൊളി. അവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ വെളിയിൽ നിന്നുള്ള ഫുഡൊന്നും അനുവദനീയമല്ല. കാരണം വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നശിപ്പിച്ച് കുളവാക്കും. ഇതെനിക്ക് തോന്നുന്നു ഈ വണ്ടർ വേൾഡ് റിയാലിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവർ ഈ ഗെയിമൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരായിരിക്കാം, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇത് നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ കേബിൾ കാറിൻ്റെ അടുത്തെത്തി. കേബിൾ കാറിൽ ഇങ്ങോട്ട് കയറിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങി ചെല്ലുന്നത്. പക്ഷേ രണ്ടും രണ്ട് വഴി കൂടെ ഇറങ്ങി ചെല്ലുന്നത്. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്.
അപ്പോൾ ജടായുപ്പാറയിലെ വിശേഷങ്ങളും രാമായണ കഥകളുമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.